എന്താ പക്ഷേ എന്തു പറ്റി? അച്ഛൻ പോലീസ് സ്റ്റേഷനിലാ. ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത എന്തോ പ്രശ്നം. വസ്തുവിന്റെ ആധാരം അച്ഛൻ ബാങ്കിൽ കൊടുത്തില്ലെന്നോ അതോ കാണാനില്ലെന്നോ ഒക്കെ പറയുന്നു. പ്രമാണം കാണാനില്ലെന്നോ? അങ്ങനെയാ പറയുന്നേ. പാവം എന്റെ അച്ഛനെ ആരോ ചതിച്ചതാ. ആ എസ്ഐക്കാണെങ്കിൽ അച്ഛനോട് ചില മുൻ വൈരാഗ്യങ്ങളൊക്കെ ഉണ്ട്. ആ കണക്കൊക്കെ തീർക്കാൻ അയാൾക്ക് അവസരം കിട്ടിയിരിക്കോ? വെറുതെ ഇരിക്കില്ല അയാള്. അയാൾ എന്റെ അച്ഛനെ ഉപദ്രവിക്കും. കരയാതെ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഒട്ടും സമയം പാഴാക്കാനില്ല. അച്ഛനെ അയാൾ ഉപദ്രവിക്കും. അതെനിക്ക് ഓർക്കാൻ കൂടി പറ്റുന്നില്ല. കരയാതിരിക്കുക. വർഷയുടെ അച്ഛനോടുള്ള മുൻവൈരാഗ്യം വെച്ചുകൊണ്ട് പോലീസ് തല്ലിച്ചതയ്ക്കൊന്നു. വിക്രമിന്റെ അമ്മായി അച്ഛൻ അങ്ങനെ ചെയ്യാൻ ധൈര്യമുള്ള ഒരു പോലീസുകാരനും ഇല്ല. ഞാനൊന്ന് വിളിച്ചു വയ്ക്കട്ടെ. ഹലോ വിക്രം സാർ, എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്? അത് പിന്നെ ഒരു കേസുമായി ബന്ധപ്പെട്ട് മാധവൻ നായരെ കസ്റ്റഡിയിൽ എടുക്കേണ്ടി വന്നു. എന്നിട്ട് താൻ മാധവൻ നായരോട് തന്റെ പോലീസ് മുറ എങ്ങനെ പ്രയോഗിച്ചോ? അയ്യോ ഇല്ല സാർ. അബദ്ധത്തിൽ പോലും ആരും അദ്ദേഹത്തെ തൊട്ടുപോരുത്. ഇല്ല സാർ. സാറിൻ്റെ അമ്മായിയപ്പനാണ് മാധവൻ നായർ എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ആരും അദ്ദേഹത്തിനെതിരെ ഒരു ചെറു വിരൽ പോലും അനക്കില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല. ഇനി അദ്ദേഹത്തിന്റെ പേരുള്ള കേസ് എന്താണെന്ന് പറയും. പ്രമാണമില്ലാതെ ബാങ്കിന് ലോൺ കൊടുക്കില്ല. ആദ്യ ഗഡുവായി അനുവദിച്ച തുക മാധവൻ നായർ ഉടനെ മടക്കി കൊടുക്കേണ്ടി വരും. ലോണായി വാങ്ങിയ ആദ്യ ഗഡു 5 ലക്ഷം രൂപ മടക്കി കൊടുത്താലേ ബാങ്കുകാർ പരാതി പിൻവലിക്കൂ. അതിന് ആളുടെ കയ്യിൽ പണമൊന്നുമില്ല സാർ. അതാണ് പ്രശ്നം. ഓ, അത് ശരി. ആദ്യ ഗഡു പണം ഈടില്ലാത്ത ബാങ്ക് എന്തിനു കൊടുത്തു? കുറുപ്പ് സാറിന്റെ മകൻ ജഗനാണ് ബാങ്കിൽ ജാമ്യം നിന്നത്. ഓ, ജഗനെ വിശ്വസിച്ച ബാങ്ക് ഈടില്ലാതെ പണം കൊടുത്തത്. എന്നിട്ടിപ്പോ ജഗൻ എന്ത് പറയുന്നു? പണം തിരിച്ചടയ്ക്കാൻ ജഗന്റെ കയ്യിലും കാശില്ലാത്ത അവസ്ഥയാ. ജഗനും ദേ ഇവിടെ സ്റ്റേഷന് പുറത്തുണ്ട്. പണത്തിനായി ആള് ആരെയൊക്കെ വിളിക്കുന്നുണ്ട്. ആട്ടെ, എത്ര പണം കെട്ടിവെക്കണ്ടേ? 5 ലക്ഷം രൂപ. മാധവൻ നായരെ എത്രയും പെട്ടെന്ന് റിലീസ് ചെയ്യാനുള്ള എല്ലാ ഫോർമാലിറ്റീസും ശരിയാക്കണം. പണവുമായിട്ട് ഞാൻ ഉടനെ വരാം. വക്കീലിനെ അയക്കണം. അയ്യോ വേണ്ട സാർ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അഞ്ച് ലക്ഷം രൂപ കെട്ടിവെച്ചാ വിടും. അല്ല, അത് ഞാൻ ഉടനെ കെട്ടിവെച്ചോളാം. താങ്ക് യു ഏട്ടാ. നന്ദി വരവ് വച്ചിരിക്കുന്നു. പക്ഷെ ഒരു കാര്യം വർഷം മനസ്സിലാക്കണം. നിന്റെ വന്ദന ചേച്ചി ഇപ്പോഴും ആ ഫ്രോഡ് ജഗന്റെ പുറകെയാ. അച്ഛനെയും ബാങ്കിലോൺ ഇടപാടി കൊണ്ട് എത്തിച്ചതേ ആ ജഗനാ. നിന്റെ വന്ദന ചേച്ചിയുടെ പ്രീതി പിടിച്ചു പറ്റാൻ. എന്നിട്ടോ പണം കെട്ടിവെച്ച അച്ഛനെ സ്റ്റേഷനിൽ ഇറക്കേണ്ട ഘട്ടം വന്നപ്പോ ജഗന്റെ കയ്യിൽ കാശില്ല. കാശുണ്ടെങ്കിലും കൊടുക്കാൻ ജഗന് മനസ്സില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോ വർഷയ്ക്കെങ്കിലും മനസ്സിലായില്ലേ ജഗന്റെ കാവണ്ടി?
അതുകൊണ്ട് ജഗനുമായിട്ടുള്ള എല്ലാ കൂട്ടുകെട്ടും അവസാനിപ്പിക്കുന്നത് നിന്റെ ചേച്ചിയുടെ ഭാവിക്ക് നല്ലത്. ചേച്ചിക്ക് കാര്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഞാൻ അച്ഛനെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കിയിട്ട് വരാം. എന്നാ വേഗം ചെല്ല. ശരിയെന്നോ. അച്ഛനവിടെ അകത്തുണ്ട്. വാ. ഇരിക്കണം സാർ. വേണ്ട. ഇത് വിക്രം സാർ, മാധവൻ നായരുടെ ഇളയ മരുമകനാ, വി ഇന്റർനാഷണലിന്റെ MD. ഇത്രയും വലിയ ആൾക്കാര് ബന്ധുക്കളായിട്ടുണ്ടായിട്ടാണോ മാധവൻ നായര്? കള്ളന്മാരെയും കൊലപാതകൾ ഇടുന്ന സെല്ലിലാണോ ഒരു പ്രായമായ മനുഷ്യനെ ഇട്ടിരിക്കുന്നത്? ഒരു സാമാന്യ മര്യാദ നിങ്ങളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ചു. വിഷമിക്കണ്ട, ഒന്നുമില്ല, ഞാനുണ്ടല്ലോ ഇപ്പോ. അച്ഛനെ അറസ്റ്റ് ചെയ്യുമ്പോൾ മുമ്പ് എന്നെ ഒന്നും വിളിച്ചറിയിക്കായിരുന്നില്ലേ? തോന്നോട്. സോറി സാർ, ഉടനെ നിയമ നടപടി വേണമെന്ന് മാനേജർ ശാഠ്യം പിടിക്കുമ്പോൾ എനിക്കത് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. ഈ തിരക്കിനും ടെൻഷനിടയിൽ സാറിനെ വിളിക്കാൻ പറ്റിയില്ല. എന്റെ ജോലി പോകുന്ന കാര്യമാണ്, അതുകൊണ്ടാ എനിക്ക് ഒരു ഇളവും ചെയ്യാൻ കഴിയാത്തത്. കേസാക്കാതിരിക്കാൻ ഞാൻ മാക്സിമം നോക്കി. മതി. നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി നിലയും വലുതാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ അഭിമാനമാണ് പ്രധാനം. ഡോക്യുമെന്റ്സ് ഇല്ലാതെ പണം പറ്റുന്നത് പണം അടുക്കി വെക്കലല്ലേ നിങ്ങളുടെ ജോലി. പണം മാറി പറത്തുന്നവനായി വിക്രം. കൈപ്പറ്റിയതിന്റെ ഇരട്ടി പൈസ ഞാൻ തരും. ന്യായവാദങ്ങളൊന്നും ഇങ്ങോട്ട് വേണ്ട. പണത്തിന് വേണ്ടി ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്, അത് ഉടനെ ശരിയോ? വിക്രം ബുദ്ധിമുട്ടിടുന്നില്ല. വന്ദന, മണ്ടത്തരം പറയാതെ, വിക്രം നമ്മുടെ സ്വന്തം സഹോദരിയുടെ ഭർത്താവാണ്. നാണക്കേടൊന്നും വിചാരിക്കണ്ട, നീ ആ പണം വാങ്ങും. അച്ഛൻ ജയിലിൽ പോകണ്ടെങ്കിൽ അതേ ഉള്ളൂ മാർഗം. ഞാൻ പലരോടും പണം ചോദിച്ചു, ഒന്നും ശരിയായില്ല. പണം കിട്ടുമ്പോഴേക്കും സമയം വളരെ വൈകിയിരിക്കും. അതുകൊണ്ട് പെട്ടെന്നുള്ള എന്തെങ്കിലും മാർഗം നോക്കാം. എതിർപ്പ് പറയണ്ട. തൽക്കാലം വിക്രം പണം അടയ്ക്കട്ടെ. പണം റെഡിയാകുമ്പോൾ നമുക്കത് തിരിച്ചു കൊടുക്കാമല്ലോ. അച്ഛന്റെ ദുരഭിമാനം വന്ദന ചേച്ചി അടങ്ങിലെടുത്തിരിക്കുകയാണെന്നറിയാം. പക്ഷേ പണത്തിന് പണം തന്നെ വേണം. അല്ലാതെ ദുരഭിമാനം ഒന്നും വർക്കൗട്ട് ആവില്ല.
6 ലക്ഷം രൂപയുണ്ട്. എത്രയെന്ന് വെച്ചാൽ എണ്ണി എടുത്തോ. ആറ് ലക്ഷമൊന്നും വേണ്ടി വരില്ല. 5 ലക്ഷവും അതിന്റെ നാളിതുവരെയുള്ള ഇൻട്രസ്റ്റ് മാത്രം മതി. മാനേജർ കുറെ ബുദ്ധിമുട്ടിയതല്ലേ. ബാലൻസ് ഈ വിക്രമിന്റെ വക ടിപ്പായിട്ട് വെച്ചോ. ഒരു മാനേജർ മണിയണ്ട. ഇനി അച്ഛൻ ഇറക്കി വിടാലോ. യെസ് സർ. ഷാജി തുറന്നു കൊടുക്കും സർ. സോറി, മനപ്പോഴും അല്ല മാധവൻ നായരെ. നാളെ ബാങ്കിലൊന്ന് വരേണ്ടി വരും. ലോൺ ക്യാൻസൽ ചെയ്ത രേഖകളിലെല്ലാം സൈൻ ചെയ്യാനുണ്ട്. വന്നേക്കാം. ഇനിയിപ്പോൾ അതായിട്ട് കുറയ്ക്കണ്ട. നിങ്ങളൊക്കെ ബുദ്ധിമുട്ടിക്കേണ്ടി വന്നതിൽ സങ്കടമുണ്ട്. ഒരിക്കൽ കൂടി സോറി സർ. നന്ദിയുണ്ട് മോനെ, തീർത്താ തീരാത്ത നന്ദിയുണ്ട്. ആ കാലയെ തൊട്ടൊന്ന് വന്ദിച്ചോട്ടെ ഞാൻ. അച്ഛനെന്റെ കാലിലൊന്നും വീഴരുത്. ഞാൻ അച്ഛന്റെ മകനാണ്. ഒരു മകന്റെ കടമ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അച്ഛനെന്റെ കാലിൽ വീണ് എന്നെ അപമാനിക്കരുത്. എന്നെ ഒരു അന്യനാക്കരുത്.
ചേച്ചി എന്തേ കാണിക്കുന്നേ? നിന്നെ പോലൊരു വൃത്തി കെട്ടവൻ ഈ വീട്ടിൽ വേണ്ട. നിന്റെ കൂട് പൊടുക്കിക്കെടുത്ത് ഇപ്പൊ ഇറങ്ങിക്കോളൂ ഈ വീട്ടിൽ നിന്ന്. ഞാൻ എവിടെ പോവാനാ? ഏത് നരക കുടിയിലെങ്കിലും പോയി തൊലയൻ. അച്ഛൻ ഈ അവസ്ഥയിലാക്കിയത് നീയാ. എല്ലാം നശിപ്പിച്ച് കളഞ്ഞത് നീ ഒറ്റൊരുത്തനാ. ഇവിടെ നിനക്കിന് ഒരു സ്ഥാനമില്ല. ഇറങ്ങണ വെളിയില്. എടാ ഇറങ്ങാൻ. നിന്റെ ഈ കരച്ചിലൊന്നും എനിക്ക് കാണണ്ട. ഈ വീട്ടിൽ നീ ഒറ്റൊരുത്തൻ കാരണമായി ഇവിടെ എല്ലാവരും കരയുന്നത്. സ്വന്തം അച്ഛന്റെ മനസ്സമാധാനം കെടുത്താൻ ജനിച്ചവൻ. അത് പറയാൻ നിങ്ങൾക്ക് എന്താണ് അധികാരം? ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങണമെന്നാ? എനിക്ക് സൗകര്യമില്ല. ഈ വീടേ വന്ദനേശിക്ക് തീരെ എഴുതി തന്നൊന്നുമല്ല. പിന്നെ എന്റെ മുമ്പിൽ കിടന്ന് അഭ്യാസം കാണിക്കാൻ നിൽക്കരുത്. എന്റെ കുഞ്ഞിനെ കൊന്നടക്കം പലതും ഞാൻ ക്ഷമിച്ചതാ. ഇറങ്ങി പൊക്കോണം എന്റെ മുന്നിൽ നിന്ന്. അച്ഛനെ പോലീസിനെ കൊണ്ട് കൈവലങ്ങ് വെപ്പിച്ചിട്ട് ചെലക്കുന്നോടാ നീ. ആ പ്രമാണം മോഷ്ടിച്ചത് നീയാണെന്ന് പുറത്ത് പറഞ്ഞാലേ എല്ലാ എണ്ണം കൂടി പട്ടിയെ തല്ലുന്നത് പോലെ തല്ലി കൊല്ലും. വിളിച്ച് പറയട്ടടാ ഞാൻ. അച്ഛന് പെൻഷൻ കിട്ടിയതില് മുഴുവൻ തുകയും അമ്മ നിനക്ക് വാങ്ങിത്തന്നു. ആരും അതിന് എതിർപ്പൊന്നും പറഞ്ഞില്ല. പ്രകാശേട്ടനെ എതിർത്തപ്പോഴും വസന്തിച്ച് വഴക്കുണ്ടാക്കിയപ്പോഴും നന്നാവണമെങ്കിൽ നന്നാവട്ടെ എന്ന് കരുതിയ ഞാനും അമ്മയെ അനുകൂലിച്ചത്. അച്ഛന്റെ എത്രയോ കൊല്ലത്തെ വിയർപ്പിന്റെ അധ്വാനാടാ നിനക്ക് തന്നത്. ഹരിതയെ പ്രേമിച്ച് കെട്ടിക്കൊണ്ടുവന്ന അന്ന് മുതൽ പറയുന്നതാ സ്റ്റാർട്ടപ്പ് ബിസിനസ് എന്ന്. വലിയ വീട്ടിലെ പെണ്ണിനെ കെട്ടിക്കൊണ്ടു വന്ന അവളുടെ വീതം കൈപ്പറ്റി ജോലി ചെയ്യാതെ ഒറ്റയ്ക്കിരുന്ന് 4 നേരവും ഭക്ഷണം കഴിച്ച് സുഖിച്ച് കഴിയെന്ന് കരുതി നീ. നാട് നീളെ പണം കടം വാങ്ങിയില്ലേ നീ? ഭൂമി പൂജ നടത്തുന്ന അന്നും അത് മുടക്കാനായിട്ട് നിന്നെ അന്വേഷിച്ച് ബ്ലേഡ് കമ്പനിക്കാർ വന്നില്ലേ? അന്ന് ഊർമിളാന്റെയും ജഗൻ ഉള്ളതുകൊണ്ട് ഇരു ചെവി അറിയാതെ അവർ തിരിച്ചു പോയി. പ്രമാണം മോഷ്ടിച്ച് കണ്ണി കണ്ടവർക്ക് കൊടുത്ത് പണം വാങ്ങിയിട്ട് ഒന്നും അറിയാത്ത പോലെ നിൽക്കുന്ന ആളാ നീ. അച്ഛന്റെ പ്രതീക്ഷയുടെ നീ തച്ചുടച്ചത്. അച്ഛൻ അമ്മയെ കല്യാണം കഴിച്ചപ്പോ കൊടുത്ത വാക്ക 3 നിലയുള്ള ഒരു മണിമാളിക. ആ ഒരു വാക്ക് നിറവേറ്റാനും സ്വന്തം മക്കളെ നല്ല രീതിയിൽ വളർത്താനോ അച്ഛൻ രാവെന്നോ പകലൊന്നോ ഇല്ലാതെ കഷ്ടപ്പെട്ടത്. അച്ഛൻ ചോര നീരാക്കി ഉണ്ടാക്കിയ സ്ഥലം, അതിന്റെ പ്രമാണം നീ മോഷ്ടിച്ചത്. അച്ഛന്റെ ബാങ്കുകാരുടെ മുന്നില് കള്ളനെ കുറ്റക്കാരനാക്കിയത് നീയാ. ഈ മുറ്റത്ത് വന്ന് അച്ഛന് പോലീസുകാരി വന്ന് കയ്യിൽ വിലങ്ങ് വെച്ച് കൊണ്ടുപോയപ്പോ നോക്കി നിൽക്കല്ലാതെ നീ വേറെ എന്താടാ ചെയ്തത്? പോലീസ് സ്റ്റേഷനിൽ കെട്ടിവെക്കാൻ പണം ഇല്ലാതെ വന്നപ്പോ ഒടുവിൽ ആ വിക്രം അല്ലയുടെ സഹായത്തിന് വന്നത്. എന്തെങ്കിലും ഉളുപ്പുണ്ടോടാ നിനക്ക്? എന്നിട്ട് അവൻ നിന്ന് പ്രസംഗിക്കുന്നു. അച്ഛനെ കള്ളനാക്കിയവന്റെ സ്ഥാനം വീടിന് പുറത്താ. പിന്നെ നീ പറഞ്ഞില്ലേ ഹരിതയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ കൊന്നത് ഞാനാണെന്ന്? എത്ര പറഞ്ഞാലും എന്റെ നിരപരാധിത്വം നിനക്കോ ഹരിതയ്ക്കോ മനസ്സിലാവില്ല. മനസ്സിലാവണമെന്ന് എനിക്ക് ഒരു നിർബന്ധമില്ല. അതെ, കാലം തെളിയിക്കും. അന്ന് മനസ്സിലാവുന്ന എനിക്ക് വന്ദന ആരാണെന്ന്. വിവാഹം കഴിക്കാതെ പ്രസവിക്കാതെ ഒരു കൊച്ചിന്റെ അമ്മയായവളാടാ ഞാൻ. എനിക്ക് ഒരു കൊച്ചിനെ കൊല്ലാൻ കഴിയില്ല. മരിച്ച മനസ്സുമായിട്ട് അപ്പുറത്തൊരാൾ ഇരിപ്പുണ്ട്. നമുക്ക് വേണ്ടി സ്വന്തം ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരാള്, നമ്മുടെ അച്ഛൻ.
അദ്ദേഹത്തിന്റെ കാല് കഴുകി വെള്ളം കുടിച്ചാലും തീരില്ല. നീ ചെയ്ത പാപം. Ha ha ha.